ഹലോ, DIG സാറല്ലേ? ചാൾസ്. രാത്രിയിൽ ഡിസ്റ്റർബ് ചെയ്തതിൽ ക്ഷമിക്കണം. ഒരു നിമിഷം ഫോൺ താഴേക്ക് വെക്കുക, എന്നിട്ട് വാതിൽ തുറന്ന് നോക്കുക. ഹലോ, കണ്ടില്ലേ? ഇപ്പോൾ ബോധ്യമായല്ലോ. ഇതൊരു തുടക്കം മാത്രം. വീണ്ടും 24 മണിക്കൂർ സമയം തരുന്നു. അതിനുള്ളിൽ ഒരു തീരുമാനമായില്ലെങ്കിൽ ബാക്കി ഞാൻ പറയണ്ടല്ലോ. ബൈ. ഹലോ. ആദ്യം രാംസിംഗ്, ഇപ്പൊ ബാലകൃഷ്ണൻ. 2 എണ്ണമായി. ഇനി ഒരെണ്ണം കൂടി ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. ഇനി എന്തെങ്കിലും സംഭവിച്ചാൽ ഗവൺമെന്റിന്റെ പ്രതിച്ഛായയെ മാറും. നമ്മൾ ഇപ്പൊ തന്നെ ലേറ്റായി. ഉടനെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഒരു ഓപ്പറേഷൻ ഉണ്ടായാൽ മുമ്പ് മേനം പറഞ്ഞതുപോലെ ഇരുഭാഗത്തും വലിയ നഷ്ടങ്ങൾ ഉണ്ടാവും. ഒരു ബോട്ടോ 4 കള്ളന്മാരോ വലിയ പ്രോബ്ലം ഒന്നുമല്ല. പിന്നെ 5 കോടിയുടെ കാര്യമല്ലേ, നമുക്ക് ഡൽഹിയെ കൺവിൻസ് ചെയ്യേണ്ടി വരും. ഞാൻ കുറച്ചു മുമ്പ് CM-മായി സംസാരിച്ചപ്പോ കേന്ദ്രമന്ത്രി കൂടി ഇൻവോൾവ് ആയതുകൊണ്ട് വേറെ ഒരു മാർഗവുമില്ലെങ്കിൽ ടെററിസ്റ്റുകളുടെ ഡിമാൻഡ്സിന് വഴങ്ങിക്കൊടുക്കുക. എനിക്കതിനോട് യോജിപ്പില്ല. നമ്മളൊരു കീഴ്വഴക്കമുണ്ടാക്കിയാൽ നാളെ അത് വീണ്ടും ആവർത്തിച്ചെന്ന് വരും. ഇന്ന് 4 മയക്കുമരുന്ന് കള്ളക്കടത്തുകാരുടെ കാര്യത്തിലാണ് സംഭവിച്ചത്. നാളെ ചിലപ്പോൾ ഒരു കൊലപാതകയ്ക്ക് വേണ്ടിയായിരിക്കും. നമുക്കുണ്ടാകുന്ന ഒരു പരാജയം പല ഭീകരന്മാർക്കും ഒരു പ്രചോദനമാകും. ടു ബി വെരി ഫ്രാങ്ക്, 1% പോലും എനിക്ക് അതിനോട് യോജിക്കാൻ കഴിയുന്നു. ഇതൊരു പരാജയമാണ്, കീഴടങ്ങലാണ്. നെവർ, ഒരിക്കലുമല്ല. ഒരു വിട്ടുവീഴ്ച, അതും ആർക്കു വേണ്ടി? നിരപരാധികളായ ഒരു പറ്റം മനുഷ്യർക്ക് വേണ്ടി. ആ ഭീകരന്മാർക്ക് മനുഷ്യത്വത്തിന്റെ ഒരു അംശം പോലും ഇല്ലെന്ന് അവർ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെയുള്ളപ്പോ നമുക്കെന്താ വേറൊരു പോംവഴി? ഇല്ല സാർ, അതുകൊണ്ട് തന്നെ അങ്ങ് പറഞ്ഞതിനോട് 100% ഞാൻ യോജിക്കുന്നു. ഇതൊരു പരാജയമോ കീഴടങ്ങലോ അല്ല. ഈ വിട്ടുവീഴ്ചയെ ആരും ദുർവ്യാഖ്യാനിക്കുമില്ല. കൂടാതെ തടവുകാരെ വിട്ടുകിട്ടിയാൽ ഉടൻ സമർത്ഥമായി അവർക്കെതിരെ ഒരു കെണിയൊരുക്കുക, സർവശക്തിയും ഉപയോഗിച്ച് അവരെ എതിർക്കുക. ഈവൻ ഇഫ് വി ഹാവ് ടു കിൽ ദം. സാറിന് തെറ്റുപറ്റി. വളരെ സമർത്ഥമായിട്ടാണ് ഈ ഗ്രൂപ്പ് കിഡ്നാപ്പിംഗ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഒരുക്കുന്ന കെണിയിൽ വീഴാൻ മാത്രം മണ്ടനല്ല ചാൾസ്. അയാൾ രക്ഷപ്പെടും, അതെനിക്ക് ഉറപ്പുണ്ട്. ഇതിങ്ങനെ ഒരു തീരുമാനമാകാതെ നീണ്ടുപോയാൽ? പല രാജ്യങ്ങളിലും ഇതിലും ദുർഘടമായ സാഹചര്യങ്ങളിൽ ഹോസ്റ്റേജസിന് ഒരു പോറൽ പോലും ഏൽക്കാതെ ഇതിലും വലിയ ഭീകരന്മാരിൽ നിന്ന് രക്ഷപ്പെടുത്തിയ സംഭവങ്ങൾ നമുക്കറിയാം. പക്ഷേ അതൊന്നും സ്റ്റേറ്റ് അറ്റാക്കുകളായിരുന്നില്ല, കമാൻഡോ ഓപ്പറേഷൻസ് ആയിരുന്നു എന്ന് മാത്രം. ശരിയായിരിക്കാം, പക്ഷെ നമ്മുടെ ഫോഴ്സിൽ അതിന് പറ്റിയ ആളുകളുണ്ടോ? ഉണ്ടായിരുന്നു, പക്ഷെ ഇന്നില്ല. വേണമെങ്കിൽ അയാളുടെ സേവനം നമുക്ക് ആവശ്യപ്പെടാം. അങ്ങനെ ഒരാളുണ്ടായിരുന്നു. ആരാണ് അയാൾ? Who the hell is he? ഞാൻ വീട്ടിൽ അന്വേഷിച്ചു. അപ്പോഴാണ് സദേൺ എക്സ്പ്ലോസീവ്സ് ആൻഡ് മൈനിങ് കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടർ ഇപ്പോൾ ഓൺ ഡ്യൂട്ടിയിലാണെന്ന് അറിഞ്ഞത്. നേരെ ഇങ്ങോട്ട് പോകുന്നു. ആരെങ്കിലും പറഞ്ഞു വിട്ടിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. ആരെയെങ്കിലും പറഞ്ഞു വരേണ്ട കാര്യമല്ല, അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് വന്നത്. എനിക്ക് കുറച്ച് സംസാരിക്കാം. നമുക്ക് വീട്ടിലേക്ക് പോകാം സാർ. ഡിപ്പാർട്ട്മെന്റിലെ കുട്ടി ദൈവങ്ങൾക്കും വലിയ ദൈവങ്ങൾക്കും സുഖം തന്നെയാണോ സാർ? കരക്കാരെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ച് ക്രെഡിറ്റ് കീശയിലാക്കുന്ന ഏർപ്പാട് ഇപ്പോഴും തുടരുന്നുണ്ടോ? എന്നെ പോലെ അപ്പാവികൾ ഇപ്പോഴും ആരെങ്കിലും കാണും ഡിപ്പാർട്ട്മെന്റിൽ. താനതൊന്നും മറന്നില്ലേടൂ. എങ്ങനെ മറക്കാൻ? ഇമ്രാൻ, യു കം വിത്ത് മീ. എങ്ങോട്ടാ സാർ? വരൂ പറയാം.
കെട്ടിയിട്ടിരിക്കുന്നതിൽ ഒരാൾ ഈ ഷിപ്പിന്റെ ക്യാപ്റ്റനാണ്, മറ്റേയാൾ ഫസ്റ്റ് എഞ്ചിനീയർ. തോക്കുമായി നിൽക്കുന്ന രണ്ടുപേർ ഈ ഷിപ്പിലെ ജോലിക്കാരുമാണ്. അവർക്ക് എന്തൊക്കെയോ ആവശ്യങ്ങളുണ്ട്. ഷിപ്പിന്റെ ഉടമസ്ഥൻ ഒന്നിനും വഴങ്ങുന്നില്ല. സംഭവം ഈ പോർട്ടിൽ വെച്ചായതുകൊണ്ട് നമുക്ക് തലവേദനയായി. അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവരാണെങ്കിൽ ആരെയും അടുക്കാനും സമ്മതിക്കുന്നില്ല. എന്ത് ചെയ്യൂടോ? ഹലോ, Keep it there. Taste it. Take the other one. Take the chicken also. സാർ ഇത് കണ്ടില്ലേ? പത്രത്തിൽ പടം വരണം എന്നൊക്കെ ഒരു കാലത്ത് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. ഇന്നില്ല സാർ. പക്ഷെ വല്ലവരും ജോലി ചെയ്തതിന്റെ ക്രെഡിറ്റ് സ്വന്തമാക്കാനുള്ള അമ്മായിയപ്പന്റെ മരുമകന്റെ ആഗ്രഹം അത് കുറച്ച് കടന്നുപോയി. അതെ സാർ, IG കൂടി അറിയാതെ ഇങ്ങനൊരു ന്യൂസ് ഇതിൽ വരില്ല. പോട്ടെ ഇമ്രാൻ, പൊന്നിൻ കുടത്തിന് എന്തിനാടോ പൊട്ട്? വേണ്ട വേണ്ട, ഇങ്ങനെ പറഞ്ഞ് സാർ എന്നെ സൂചിപ്പിക്കുകയൊന്നും വേണ്ട. ഇമ്രാൻ, എന്താ സാർ? എന്താ സാർ? ഒന്നുമില്ല ഇമ്രാൻ. താൻ എന്ത് പറയുന്നു? പുറപ്പെടാം. തുറന്നു പറയുന്നതിൽ പരിഭവം തോന്നരുത് സാർ. എനിക്ക് പറ്റില്ല. ഒരിക്കലെല്ലാം വേണ്ടെന്ന് വെച്ചാൽ വീണ്ടും തിരിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഇമ്രാൻ എന്താ ഈ പറയുന്നത്? സർവീസിലുണ്ടായിരുന്നപ്പോൾ ഇത്തരം ഒരു അവസരത്തിൽ ഇമ്രാൻ എന്ന് മുഴുവൻ വിളിക്കണ്ട. അതിനു മുമ്പേ താൻ ഓടിയെത്തുമായിരുന്നു. ആ എന്തൂസിയാസം, എനർജി ഇവയൊക്കെ ഇപ്പോഴും തനിക്കുണ്ടെന്ന് ഞാൻ കരുതി. അങ്ങനെ ഓടി വന്നതിന്റെ ഫലമൊക്കെ എനിക്ക് കിട്ടി സാർ. ഇനി അങ്ങനെ ഓടാൻ എനിക്ക് പ്രയാസമുണ്ട്. ആ, എനിക്കൊരു തെറ്റുപറ്റി. തന്നെ കുറിച്ചുള്ള എന്റെ ഓവർ കോൺഫിഡൻസ് അതാണ് എന്നെ ഇവിടെ എത്തിച്ചത്. ഇമ്രാൻ എന്ന് വളരെ വലുതായി പോയി. സ്വന്തം വീട്, കാറ്, ജീപ്പ്, ബിസിനസ്. 15 പേരുടെ ജീവനും ഒരു ബിസിനസ്മാനും തമ്മിൽ എന്ത് ബന്ധമിരിക്കുന്നു അല്ലേ? ഈ സുഖവും സൗകര്യവും ഒക്കെ ഞാൻ അധ്വാനിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് സാർ. അല്ലാതെ കട്ടും കൈക്കൂലിയും വാങ്ങി ഉണ്ടാക്കിയതല്ല. സാറിന് നന്നായിട്ട് അറിയാമല്ലോ. ആലിപ്പട്ടി, ഇമ്രാൻ പട്ടി, ഡിപ്പാർട്ട്മെന്റിലെ പട്ടികൾക്കൊക്കെ എന്റെ പേരിട്ടു. അന്നൊക്കെ ആട്ടെ പോട്ടെ എന്ന് പറഞ്ഞ് സാറിനെ സമാധാനിപ്പിച്ചു. അവസാനം എനിക്കൊരു പ്രശ്നം ഉണ്ടായപ്പോ സാറിന് എന്നെ സഹായിക്കാൻ സാധിച്ചോ? നാണവും മാനവും ഉള്ളതുകൊണ്ട് റിസൈൻ ചെയ്തു. തൊഴിൽ അറിയാവുന്നതുകൊണ്ട് രക്ഷപ്പെട്ടു. അതിലാരും അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. എനിക്ക് തന്നോട് അസൂയ? ഐ എം സോറി സാർ. ഞാനൊന്ന് ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. മനസ്സിൽ കുറെ നാളായി കെട്ടിക്കിടക്കുന്ന വിഷമം ആരോടെങ്കിലും പറയണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് പറഞ്ഞു പോയതാ. ഇമ്രാൻ, ഞാൻ തന്നെ വിളിക്കാൻ വന്നത് പൊന്നാട ചാർത്താനോ സ്വീകരണം തരാനോ ഒന്നുമല്ല. വളരെ റിസ്ക് ഉള്ള ഒരു കാര്യത്തിനാണ്. റിസ്ക് കൂടുമ്പോൾ കോസ്റ്റ് കൂടും. താനിന്ന് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥനല്ല. തന്റെ ടേംസ് തനിക്ക് സംസാരിക്കാം. നോ സർ, ഒരിക്കലും ഞാൻ അത്തരത്തിൽ ചിന്തിച്ചിട്ടില്ല. സർവീസിലുണ്ടായിരുന്നപ്പോൾ ഡിപ്പാർട്ട്മെന്റിന്റെ അഭിമാനമായിരുന്നു ഇമ്രാൻ. അതുകൊണ്ട് തന്നെയാണ് സ്പെഷ്യൽ കമാൻഡോ ട്രെയിനിങ്ങിന് തന്നെ അയച്ചത്. എന്ന് വെച്ച് തന്റെ സേവനം മിസ്യൂസ് ചെയ്യാനൊന്നും ഞങ്ങൾക്ക് ഉദ്ദേശമില്ല. എന്ത് വേണമെങ്കിലും തനിക്ക് ചോദിക്കാം. സാർ എന്താ വീണ്ടും ഇങ്ങനെ പറയുന്നത്? എന്റെ മനസ്സിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ സാറിനോട് ഇത്ര നേരം സംസാരിക്കില്ലായിരുന്നു. എന്റെ ഇപ്പോഴത്തെ പ്രശ്നം ഞാൻ സാറിനോട് നേരത്തെ പറഞ്ഞല്ലോ. ഇവളുടെ വിവാഹ കാര്യം. 2 ദിവസമേ ഉള്ളൂ. ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. ഇങ്ങനെ ഒരു ഓപ്പറേഷൻ ഇറങ്ങി പുറപ്പെട്ടാൽ അതെന്ന് തീരുമെന്ന് പറയാൻ പറ്റില്ല. തീരാതെ എനിക്ക് തിരിച്ചു വരാനും പറ്റില്ല. ഈ ഒരു അവസ്ഥയിൽ ഞാൻ എന്ത് ചെയ്യും സാർ?
കേട്ടില്ലായിരുന്നെങ്കിൽ ഇക്കായി നിർബന്ധിക്കില്ലായിരുന്നു. നീ ഇതെന്താ പറയുന്നത് മോളെ? ഞാൻ എങ്ങനെ പോകും? നിന്നെ നിക്കാഹാര നടത്തും? അത് സാരമില്ല, ഇക്ക പോണം, അവരെ രക്ഷിക്കണം. നിക്കാഹിനെ പറ്റി വിഷമിക്കണ്ട. അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ അത് നടന്നോളൂ. മോളെ, നീ വിചാരിക്കുന്ന പോലെ അല്ല കാര്യങ്ങൾ. അവിടെ പോയാൽ പെട്ടെന്ന് തിരിച്ചു വരാൻ പറ്റില്ല. ഒരു പക്ഷേ ഞാൻ അരുതാത്തത് പറയരുത്. അങ്ങനെ ഒന്നും സംഭവിക്കില്ല. ഇക്ക പോണം. സാറ് പൊയ്ക്കൊള്ളൂ. അപ്പൊ ഇമ്രാൻ ഞാൻ എത്തിക്കൊള്ളാം. യെസ്. ഗുഡ് മോർണിംഗ്. മേനോ സാറല്ലേ? ഐ ജി അദ്ദേഹത്തെ കൊണ്ട് ഗസ്റ്റ് ഹൗസിലേക്ക് പോയിരിക്കുക. DYSP അദ്ദേഹം അകത്തുണ്ടോ? ഉണ്ട് സാർ. ഗുഡ് മോർണിംഗ് സർ. സർ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഐ ആം അലി ഇമ്രാൻ. വെരി ഗുഡ്. ഇതാണ് നല്ല ഒന്നാം തരം പോലീസ് പട്ടി. വാ വാ വാ. Come on. Come here. Stay, 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 stay. എന്താ പിന്നെ ഇവർക്ക് പേരിട്ടിരിക്കുന്നത്? പേരൊന്നും ഇട്ടില്ല സാർ. ഒരു നല്ല പേരുണ്ട്. ഒരു വലിയ ട്രെയിനർ ഉണ്ടായിരുന്നു, അലി ഇമ്രാൻ എന്നായിരുന്നു അയാളുടെ പേര്. അലി ഇമ്രാനും. അങ്ങനെ ഒരു ട്രെയിനർ ഉണ്ടായിരുന്നോ? തനിക്കറിയില്ലേ? ഇത് അലിപ്പട്ടി, ഇത് ഇമ്രാൻ പട്ടി. എടാ അലിപ്പട്ടി, അലിപ്പട്ടി, എടാ ഇമ്രാൻ പട്ടി. ഈ അലി ഇമ്രാന് വട്ടൊന്നും പിടിക്കില്ലല്ലോ, ഇഞ്ചക്ഷൻ എടുത്തല്ലേ? അതെ സാർ. എടാ അലി ഇമ്രാനെ വട്ടെങ്ങാനും പിടിച്ച് ബഹളം ഉണ്ടാക്കിയാലുണ്ടല്ലോ, ഷൂട്ട് ചെയ്ത് കളയാൻ. ആലി പട്ടേൽ, ഇമ്രാൻ പട്ടേൽ. സാർ, മേനോൻ സാർ വന്നിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് സർ. ഇരിക്കും. കാര്യത്തിന്റെ സീരിയസ്നെസിനെ കുറിച്ചെല്ലാം മിസ്റ്റർ ഇമ്രാൻ മനസ്സിലായി കാണുമല്ലോ. സർ, ആസൂത്രിതമായ ഒരു ഓപ്പറേഷൻ നടത്തണമെങ്കിൽ ആദ്യം ആ സ്ഥലത്തെക്കുറിച്ച് വ്യക്തമായ ഒരു രൂപം നമ്മുടെ മനസ്സിലുണ്ടാകണം. കൂടാതെ ശത്രുക്കളുടെ എണ്ണം, അവരുടെ മെത്തേഡ് ഓഫ് സെക്യൂരിറ്റി, അവർ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ. അൺഫോർച്ചുനേറ്റ്ലി അതിനെക്കുറിച്ചൊരു വിവരവും ഇപ്പോൾ നമ്മുടെ പക്കലില്ല. ഇനി അതെങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാമെന്ന് വെക്കുക. അവർ സാറിനോട് പറഞ്ഞ 24 മണിക്കൂർ അൾട്ടിമേറ്റം ഇന്ന് തീരും. നമുക്കാവശ്യം സമയമാണ്. അതിനെന്താ വഴി? ദാറ്റ്സ് അവർ ഫസ്റ്റ് പ്രോബ്ലം. ഇനി സമയമൊന്നും നീട്ടിക്കിട്ടാൻ പോകുന്നില്ല. സമയം നീട്ടിക്കൊണ്ടു പോയാൽ മരണം പിന്നെയും സംഭവിക്കും. അത് ഒഴിവാക്കിയേ പറ്റും. ഇമ്രാന്റെ ഈ ഓപ്പറേഷന് എത്ര ദിവസം വേണ്ടി വരും? സ്ഥലത്തെക്കുറിച്ചും അവരുടെ സെക്യൂരിറ്റിയെക്കുറിച്ചും വ്യക്തമായി അറിയാതെ അത് പറയാൻ പറ്റില്ല സാർ. അതൊക്കെ ആലോചിച്ച് വരുമ്പോഴേക്കും പിന്നെ ബുദ്ധിമുട്ടേണ്ടി വരില്ല. ഓരോരുത്തരെയായി ഇനി അവർ സാറിനെ എപ്പോൾ കോണ്ടാക്ട് ചെയ്യും? എപ്പോൾ വേണമെങ്കിലും ആവാം. സാർ വിചാരിച്ചാൽ സമയം നീട്ടിക്കിട്ടില്ലേ? തോന്നുന്നില്ല. പിന്നെ സമയം നീട്ടിക്കിട്ടാൻ നമ്മൾ ഉണ്ടാക്കി പറയുന്ന കാരണങ്ങൾ അവർ വിശ്വസിക്കണമെന്നില്ലല്ലോ. നമ്മൾ പറഞ്ഞാലല്ലേ അവർ വിശ്വസിക്കാതിരിക്കുള്ളൂ. അറസ്റ്റ് ചെയ്ത ചാൾസിന്റെ ആൾക്കാരുടെ ഡീറ്റെയിൽസ് എനിക്കൊന്ന് വേണം. എല്ലാം ഇതിലുണ്ട്. ഇവർ ഇപ്പോൾ എവിടെ ഉണ്ട്? ഇവിടുത്തെ സബ് ജയിൽ. എനിക്ക് ഇവരെ ഒന്ന് കാണണം, ഉടൻ വേണം. ഐ വിൽ മേക്ക് ദി അറേഞ്ച്മെന്റ്സ്. ഓക്കേ സർ.
സാറിന് വേറെ ജോലിയൊന്നുമില്ലേ? ഇതിന്റെ പേര് കമാൻഡോ ഓപ്പറേഷൻ അല്ല, വട്ട് ഓപ്പറേഷൻ എന്നാ. കുറച്ചു ദിവസമായി ജയിലിൽ കിടക്കുന്ന അവരെ കണ്ടിട്ട് എന്താ കാര്യം സാർ? അവർക്ക് ഈ ഹൈജാക്കിനെ കുറിച്ച് ABCD അറിയാൻ പാടില്ല. സാർ, നമ്മൾ ചെയ്യുന്നത് തെറ്റാണ്. ഇനി ഇമ്രാൻ ആരായിരുന്നാലും ശരി, ഒരിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും പുറത്തുപോയ ആളാണ്. അയാളെ വീണ്ടും സേവനത്തിന് വിളിക്കുക, ഒരു ജൂനിയർ ഓഫീസറായിരുന്ന അയാളുടെ ആജ്ഞകളെ മറ്റ് സീനിയേഴ്സ് അനുസരിക്കുക. രാജു, will you please shut up? യെസ്, ഐ വിൽ കീപ് മൈ മൗത്ത് ഷട്ട്. പക്ഷെ ഒരു കാര്യം, പട്ടികളെ ഒരുപാടൊന്നും വിശ്വസിക്കരുത്. യു മേ ഗോ. സാർ, എന്നോട് വിരോധം തോന്നിയാലും വേണ്ടില്ല, സാറിന് എവിടെ നിന്ന് കിട്ടി ഇങ്ങനെ ഒരുത്തനെ മരുമോനായിട്ട്? ആരാ ഈ ചാൾസ്? ചാൾസ് ആരാണെന്ന്? ചാൾസ് ആരാണെന്ന്? ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ? അതുപോലെ പറഞ്ഞാൽ നിനക്ക് രക്ഷപ്പെടാം. നിന്നെ മാപ്പ് സാക്ഷിയാക്കി വെറുതെ വിടും. ചാൾസിന്റെ ഫോൺ വരുമ്പോൾ സാർ തന്നെ സംസാരിച്ചു തുടങ്ങുക, കാര്യങ്ങൾ പറയുക. ആവശ്യമാണെങ്കിൽ മാത്രം റഷീദിനെ ഉപയോഗിച്ചാൽ മതി. സാർ, ചാൾസിന്റെ ഫോൺ വന്നിട്ടുണ്ട്. ഹലോ ചാൾസ്, ഞാൻ മേനോൻ. മനസ്സിലായി. എന്ത് തീരുമാനിച്ചു? ചാൾസ്, ഞാൻ പറയുന്നത് വ്യക്തമായി കേൾക്കണം. ഗവൺമെന്റ് ഭാഗത്ത് ചില അനക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തടവുകാരുടെ കാര്യത്തിൽ ചില തീരുമാനങ്ങളായിട്ടുണ്ട്. പ്രോബ്ലം പൈസയാ. ഇത്രയും വലിയ തുകയ്ക്കുള്ള ഡോളറും ഗോൾഡും ആവുമ്പോ ഞങ്ങൾ നെഗോഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ റിസർവ് ബാങ്ക് ഗവർണർ വഴങ്ങുന്നില്ല. PM-ഉം യൂണിയൻ ഫൈനാൻസ് മിനിസ്റ്ററും സ്ഥലത്തില്ലാന്ന് ചാൾസിന് അറിയാമല്ലോ. അവർ വന്നാലേ എന്തെങ്കിലും നടക്കൂ എന്ന വാശിയിലാണ് ഗവർണർ. അതിന് ഞാൻ എന്ത് വേണം? ഗവർണറോട് സംസാരിക്കണം. ചാൾസ്, ഞാൻ പറയുന്നത് കേൾക്കൂ. എനിക്ക് കുറച്ചുകൂടി സമയം വേണം. സമയമോ? നടക്കില്ല. അതിനെ കുറിച്ചാണെങ്കിൽ ഇനി സംസാരിക്കണ്ട. നിങ്ങളുടെ റഷീദ് ഇവിടെ ഉണ്ട്. റഷീദ് അവിടെ ഉണ്ടോ? എനിക്കറിയാം നിങ്ങൾ വിശ്വസിക്കില്ലെന്ന്. ഞങ്ങൾ പറയുന്നത് സത്യമാണെന്ന് റഷീദിന് അറിയാം. നിങ്ങൾ അയാളുമായി ഒന്ന് സംസാരിക്കണം. ആ ശരി, എന്നാ കൊടുക്ക. ഞാനാ ചാൾസ്, റഷീദ്. എന്റെ മുമ്പിൽ വെച്ച അവർ ബോംബെയിൽ ഗവർണറുമായി സംസാരിച്ചത്. DIG സാർ പറഞ്ഞതൊക്കെ സത്യമാണ്. റഷീദ്, നീ പറഞ്ഞൊക്കെ സത്യമാണോ? തുറന്നു പറഞ്ഞു, മടിക്കണ്ട. നിന്നെ അവർ ഒരു ചുക്കം ചെയ്യില്ല. ഞാൻ പറഞ്ഞത് സത്യമാണ്. ഫോൺ മേനോൻ സാറിനെ ഏൽപ്പിക്ക. യെസ് ചാൾസ്. മേനോൻ സാറേ, റഷീദ് പറഞ്ഞത് ഞാൻ കേട്ടു, പക്ഷേ വിശ്വസിച്ചിട്ടില്ല. സാറിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ അവനെ പോലെ 10 പേരെ കൊണ്ട് ഇതിലും ഭംഗിയായി കള്ളം പറയിപ്പിക്കും. മിസ്റ്റർ മേനോൻ, റഷീദിന് ഇംഗ്ലീഷിന്റെ ഒരു പൊടി പോലും മനസ്സിലാവില്ല. പിന്നെ എങ്ങനെയാണോ ബോംബെയിൽ റിസർവ് ബാങ്ക് ഗവർണറുമായി നിങ്ങൾ സംസാരിച്ചത് അവൻ മനസ്സിലാക്കുന്നത്? മിസ്റ്റർ മേനോൻ, ഞാൻ അവസാനമായി പറയുക, ഇനി സമയം നീട്ടുന്ന പ്രശ്നമില്ല. ഇന്ന് രാത്രി 10 മണി വരെ 1 മിനിറ്റ് പോലും കൂടുതൽ പ്രതീക്ഷിക്കണ്ട.